ഹലോ നമസ്കാരം. ഇന്ന് നല്ല അസല് മഴ, പനി, ചുമയില്ല, നമ്മുടെ തൊണ്ടവേദന ആയിട്ട് എവിടെയും പോകണ്ടെന്നിരുന്നിരുന്നത്. അപ്പോഴാണ് നമുക്കറിയുന്ന ഒരു ഭയങ്കര പാവപ്പെട്ടൊരു ചേച്ചി, ആൾ നല്ല പ്രായമുള്ളതാണ്. അപ്പോൾ ആളുടെ വീട് ഇടിഞ്ഞു പൊളിഞ്ഞ് വീഴാറായി എന്ന് പറഞ്ഞിട്ട് നമുക്കൊരു ഫോൺ വന്നു. അപ്പോൾ ഒന്ന് കാണാൻ വേണ്ടിയിട്ട് പോകുന്ന വഴിയാണിത്. ഭാര്യ കാര്യം മരുന്നൊക്കെ തന്നു, വീട്ടിൽ നിന്ന് പുറത്തിറങ്ങണമെന്ന് പറഞ്ഞു. പക്ഷെ എനിക്കങ്ങനെ സ്ട്രിക്റ്റായിട്ട് പറഞ്ഞാൽ കേൾക്കാൻ ഇഷ്ടമില്ലാത്ത ആളായതുകൊണ്ട്, പിന്നെ പ്രത്യേകിച്ച് ഇങ്ങനൊരു സഹായം ഒരാൾ ചോദിച്ചപ്പോൾ അതെന്താണെന്ന് അറിയാനൊക്കെ വേണ്ടിയിട്ട് ഞാൻ പോയി. ഇന്ന് എനിക്ക് എൻ്റെ ജീവിതത്തിൽ നമുക്ക് ഓരോ ദിവസവും ഓരോ അനുഭവമാണ്. ഇന്ന് ഞാൻ ആ യാത്ര പോയത് എനിക്ക് വളരെ സന്തോഷമായി. കാരണം ഒരു പ്രത്യേക അനുഭവമായിരുന്നു. അതിൽ 2-3 കാര്യങ്ങളുണ്ട് കേട്ടോ. ഒന്ന്, മഴയത്ത് ഇറങ്ങി നടക്കണമെന്ന് വലിയൊരു ആഗ്രഹമായിരുന്നു, കുറേ നാളായി. നമ്മളെപ്പോഴും എന്നും ഈ ജോലിക്ക് പോകുന്നതുകൊണ്ടേ കുറേ നാളായിട്ടൊരു ആഗ്രഹമായിരുന്നു. അപ്പോൾ അങ്ങനെ നല്ലൊരു സ്ഥലമാണ്, ഭയങ്കര കാടും ഭയങ്കര പുഴയൊക്കെ ഉള്ളൊരു സ്ഥലം. അതൊക്കെ അവിടെ കുറച്ച് ആൾക്കാരെയൊക്കെ കണ്ടു. ഭയങ്കര ഭംഗിയുള്ളൊരു ഡാം. മഴയാണെങ്കിൽ അതൊന്നും നോക്കിയില്ല, എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു സ്ഥലം. അതിങ്ങനെ കണ്ട് അതിൻ്റെ ഭംഗി മഴയത്ത് നിന്ന് തന്നെ ആസ്വദിച്ചു. അത് കാരണം കൊണ്ട് ഇപ്പം ഇന്ന് രാത്രിയായപ്പോഴേക്കും അത്യാവശ്യം പനിയില്ല കേട്ടോ, ചുമ അത് കൂടി. ഈ സ്ഥലം എങ്ങനെയുണ്ടെന്ന് നോക്കും. നിങ്ങൾക്ക് ഞാൻ അഡ്രസ്സും കാര്യങ്ങളൊക്കെ ഞാൻ ഈ വീഡിയോയിൽ താഴെ പറയാം. ഭയങ്കര ബ്യൂട്ടിഫുൾ. മഴയത്ത് വരണം. എനിക്ക് ഇപ്പോഴാണ് ഒരു കാര്യം മനസ്സിലായത്, വേനൽക്കാലത്തല്ല നമ്മൾ ടൂർ പോകേണ്ടത്, നല്ല മഴയുള്ളപ്പോൾ പോകണം. അപ്പോൾ പ്രകൃതിയിലെ കുറേ നല്ല സൗന്ദര്യം എന്ന് ഞാൻ ഉദ്ദേശിച്ചത്, സൗന്ദര്യം പ്രകൃതിക്കും നല്ല ഭംഗി, നമുക്ക് കേൾക്കാൻ പറ്റുന്ന കുറേ നല്ല സൗണ്ടുകൾ കേൾക്കാൻ പറ്റും. അത് വലിയൊരു അനുഭവമാണ്. അങ്ങനെ അതൊക്കെ കേട്ട് പോകുന്ന വഴിയിൽ കണ്ട ആളാണിത്. ഇവിടെയാണ് എൻ്റെ ഇന്നത്തെ ഒരു ദിവസം സ്പെഷ്യലാന്ന് പറയാൻ കാരണം. ഇവരെ കണ്ടപ്പോൾ എൻ്റെ അടുത്തേക്ക് ഓടി വരികയാണ്. 2 പേരുണ്ട്, ഒരു വലുതും ഒരു ചെറുതും. എന്തിനാ വന്നതെന്ന് നോക്കിയപ്പോൾ എനിക്ക് മനസ്സിലായി. അതിന് ഭക്ഷണം കിട്ടിയിട്ട് കഴിക്കാനെന്നുള്ളത് എനിക്ക് മനസ്സിലായി. ഞാൻ അപ്പത്തിനൊരു ബിസ്ക്കറ്റിൻ്റെ പാക്കറ്റ് ഒരെണ്ണം വാങ്ങി, ഒരു ബിസ്ക്കറ്റിൻ്റെ പാക്കറ്റ് വാങ്ങി. അത് ഞാൻ കൊടുത്തു ഇവർക്ക്. അത് കൊടുത്തപ്പോൾ ഞാൻ കഴിക്കില്ല എന്ന് വിചാരിച്ചു, പക്ഷെ ഇവർ ഭയങ്കരമായിട്ട് കഴിക്കണം. അത് കണ്ടപ്പോൾ എനിക്കൊരു വല്ലാത്തൊരു ബുദ്ധിമുട്ട് തോന്നി. ബുദ്ധിമുട്ടെന്ന് പറഞ്ഞാൽ ബിസ്ക്കറ്റൊക്കെ കഴിക്കും, ഒരു കാര്യം ഡോഗ്സ് കഴിക്കുമെന്ന് എനിക്കറിയാം. എന്നാലിത് ഞാനിങ്ങനെ ഓരോന്നോരോന്ന് ഇട്ട് കൊടുക്കുമ്പോൾ അത് സ്പീഡായിട്ട് കഴിക്കണം അവർ. അപ്പോൾ ചെറുതിനെ തൊട്ടടുത്തേക്ക് വരാൻ പരിചയമില്ലാത്തതുകൊണ്ടായിരിക്കും തൊട്ടടുത്തേക്ക് വരാനൊരു പേടിയായിരുന്നു. പക്ഷേ വലുത് വന്നിരുന്ന് ഇങ്ങനെ ഞാൻ ഇട്ട് കൊടുക്കുന്നത് കഴിക്കുക. അതെനിക്ക് ഭയങ്കര രസമായിട്ട് തോന്നി. ആദ്യം എങ്ങനെ ട്രാവൽ ചെയ്യുമ്പോൾ ഞാനിങ്ങനെ എവിടെയെങ്കിലും കണ്ടെങ്കിലൊക്കെ ചെയ്യാറുണ്ട്. ഒരെണ്ണം വാങ്ങിക്കൊടുത്തു, 2 വാങ്ങിക്കൊടുത്തു, 3 പാക്കറ്റ് ഞാൻ വാങ്ങി അവിടെ നിന്ന്. അപ്പോൾ ആ ചേച്ചി പറയുന്നുണ്ട്, മോനെ നീ ഇത് ഇനി കൊടുക്കാൻ നിൽക്കണ്ട, നീ പൊക്കോ, അത് കൊടുത്തു കഴിഞ്ഞാൽ കുറേ നേരം കഴിക്കും. അതങ്ങനെയാണത്തൊരു നല്ല വിശപ്പുള്ള ഒരു ഡോഗാണ് എന്ന് പറഞ്ഞു എൻ്റെ അടുത്ത്. അപ്പോൾ എനിക്കൊരു കൗതുകമായി. അപ്പോൾ താഴെ ഇട്ട് കൊടുത്തപ്പോൾ എനിക്കൊരു വിഷമം. ഞാൻ വേഗം ഒരു ഇലയൊക്കെ പറിച്ച് ആ ഇലയിൽ ഒരു പാത്രം, നമുക്കൊരു പാത്രം, തൽക്കാലം പാത്രം നമ്മൾ വണ്ടിയിലില്ലല്ലോ, ഞാൻ ഒരു ഇലയിൽ ഇതൊക്കെ വെച്ച് കൊടുത്തു. അപ്പോൾ ഇതിങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. അത് എനിക്കപ്പോൾ ഒരു കാര്യം മനസ്സിലായി. നമ്മൾ ഈ അഹങ്കാരമൊക്കെ കാണിച്ച് ഭക്ഷണമൊക്കെ വേസ്റ്റ് ചെയ്ത് ഇങ്ങനെ നമ്മൾ പല സ്ഥലത്തുനിന്നും ഓർഡർ ചെയ്യുക, എന്തൊക്കെയാണ് നമ്മൾ കാണിക്കണേ. വിശപ്പിൻ്റെ വിളി എന്നൊക്കെ പറയണത് എനിക്ക് മനസ്സിലാവുന്നത് മനുഷ്യന് മാത്രമല്ല, ഇവർക്കും മിണ്ടാപ്രാണികൾക്കും ഇത് ഉണ്ടെന്നുള്ളത് എനിക്ക് ഉണ്ടെന്നുള്ളത് മനസ്സിലായെന്ന് മാത്രമല്ല, അവരത് എന്തെങ്കിലുമൊക്കെ ആരെങ്കിലുമൊക്കെ തരണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട് ഇവർ.
അത് ആദ്യമൊന്നും എനിക്ക് അറിയില്ലായിരുന്നു. ഇങ്ങനെ തെരുവിൽ നടക്കുന്ന ഡോഗ്സ് ഇവരൊക്കെ എങ്ങനെയെങ്കിലും ജീവിച്ചോളൂന്ന് ഞാൻ വിചാരിച്ച്. പക്ഷെ അങ്ങനെയല്ല. നമ്മളാലാവുന്ന ഇതുപോലുള്ള ആളുകൾക്ക് ഡോഗ്സിനൊക്കെ നമ്മൾ കുറച്ച് ആഹാരം കൊടുക്കണം. അതിന്ന് എനിക്ക് വലിയൊരു മനസ്സിലെനിക്കത് ഞാൻ 4-5 പാക്കറ്റ് വാങ്ങിക്കൊടുത്തിട്ട് തികയാതെ വന്നു. അവിടെ ബിസ്ക്കറ്റ് കഴിഞ്ഞു. എന്തായാലും നമുക്കിനി ഒരു നല്ല